ഉണ്ടാകുന്നതുമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് 10 മടങ്ങ് വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഫ്രീ റാഡിക്കൽസ് അഥവാ സ്വതന്ത്ര റാഡിക്കലുകൾ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റമാണ്. ഈ ഫ്രീ റാഡിക്കൽസ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഗ്രാജുവലി ഡാമേജ് ഉണ്ടാവും. സോ നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഓരോരോ അവയവങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിൽ ഏത് അവയവത്തിലുള്ള കോശങ്ങളിലാണോ ഫ്രീ റാഡിക്കൽസിന്റെ ഈ ഒരു ഡാമേജിങ് എഫക്ട് ഉണ്ടാകുന്നത്, ലോങ് റണ്ണിൽ ആ അവയവത്തിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ അവയവത്തിന്റെ പ്രവർത്തനം ഡിസോർഡർ ആവും. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് മാറുന്നത്, ജീവിതശൈലി രോഗമായിട്ട് മാറുന്നത്. സോ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് തലച്ചോറിലാണ് സംഭവിക്കുന്നതെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ട് ഇത് ഭാവിയിൽ മാറും. കണ്ണിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ ലങ്സിലോ കിഡ്നിയിലോ ഒക്കെ ആണെങ്കിൽ, സ്കിന്നിലോ ബ്ലഡ് വെസൽസിലോ ആണെങ്കിൽ ആ അവയവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ജോയിന്റ്സിലാണ് ഈ ഫ്രീ റാഡിക്കൽസിന്റെ അറ്റാക്ക് ഉണ്ടാവുന്നതെങ്കിൽ അത് ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളിൽ ഓരോ കോശങ്ങളിലുമുള്ള DNA, ജനിതക ഘടന, DNA ആണ് ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ കോശങ്ങൾക്ക് അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. അനിയന്ത്രിതമായിട്ട് ആ കോശങ്ങൾ വളരാൻ തുടങ്ങും. ഇതാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. സോ ഫ്രീ റാഡിക്കൽസ് ഈസ് ദ മെയിൻ വില്ലൻ. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫ്രീ റാഡിക്കൽസ് ആണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്. സോ ഈ ഓക്സിഡേഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചാൽ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ഫ്രീ റാഡിക്കൽ ഡാമേജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഡാമേജ് ഇല്ലാതെ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരത്തിന് പറ്റും. സോ എങ്ങനെയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുള്ള ഫ്രീ റാഡിക്കലിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇതിലൊക്കെ വൈറസ് വരാതിരിക്കാൻ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്, ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യാം, റൈറ്റ്? എന്നതുപോലെ ഓക്സിഡേഷനെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് ആവശ്യം, നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ച് അതിനാവശ്യമുള്ള ഇലക്ട്രോൺ സപ്ലൈ ചെയ്ത് അതിനെ ന്യൂട്രൽ ആക്കാൻ ഈ ആന്റി ഓക്സിഡൻസിന് പറ്റും. ഇങ്ങനെ ഫ്രീ റാഡിക്കൽസിനെ അബ്സോർബ് ചെയ്തതിന് ന്യൂട്രൽ ആക്കാനുള്ള ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ഒറാക്, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. നമ്മുടെ ശരീരത്തിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒറാക് ഉണ്ടെങ്കിൽ, ആവശ്യത്തിന് ആന്റി ഓക്സിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. അപ്പോ ആന്റി ഓക്സിഡൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ആന്റി ഓക്സിഡൻസ് ശരീരത്തിൽ ഉണ്ടാകുന്നത്? പല ആന്റി ഓക്സിഡൻസും ശരീരം ഉണ്ടാക്കുന്നതാണ്, സ്വയം നിർമ്മിക്കുന്നതാണ്. എന്നാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ആന്റി ഓക്സിഡൻസ് ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല. ദേ ആർ കോൾഡ് എസെൻഷ്യൽ ആന്റി ഓക്സിഡന്റ്. വൈറ്റമിൻ A, C, E, ബീറ്റാ കരോട്ടീൻ, ലൈക്കോപ്പീൻ, ലൂട്ടീൻ, സെലേനിയം, മാംഗനീസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാടെണ്ണം ഉണ്ട്. സോ ഈ ആന്റി ഓക്സിഡൻസ് എസെൻഷ്യൽ ആണ്, അത് ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നിർബന്ധമായിട്ടും ശരീരത്തിന് കിട്ടിയേ പറ്റുള്ളൂ, കമ്പൽസറി ആയിട്ട് കിട്ടിയേ പറ്റുള്ളൂ. എന്താണ് അതിനുള്ള സോഴ്സസ്? വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളതും ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും ചില വെജിറ്റബിൾസും. അത് അതിന്റെ സ്കിൻ അടക്കം ഉപയോഗിക്കണം, തൊലി അടക്കം ഉപയോഗിക്കണം. ഗാർഡൻ ഫ്രഷ് ആയിരിക്കണം, ഓർഗാനിക് ആയിരിക്കണം, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളത് വേണം, അതിന്റെ തൊലി അടക്കം ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ എസെൻഷ്യൽ ആന്റി ഓക്സിഡൻസ് എല്ലാം ശരീരത്തിന് ഭക്ഷണത്തിലൂടെ കിട്ടും. പക്ഷെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഇത് കിട്ടാനുള്ള മാർഗമുണ്ടോ? നമ്മൾ കഴിക്കുന്ന പഴങ്ങളായിക്കോട്ടെ പച്ചക്കറികളായിട്ടെ കൂടുതലും വിഷമടിച്ചു വരുന്നതാണ്, ഓർഗാനിക് അല്ല, ഗാർഡൻ ഫ്രഷും അല്ല, തൊലി അടക്കം ഉപയോഗിക്കാനും പറ്റില്ല. ഇന്നത്തെ അവൈലബിൾ ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമാക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ശരീരത്തെ സംബന്ധിച്ചോളം ഫുഡ് വഴി ഈ ന്യൂട്രീഷൻ കിട്ടിയേ പറ്റുള്ളൂ. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടിയെന്നാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. ഫുഡ് ഈസ് നോട്ട് ഈക്വൽ ടു ന്യൂട്രീഷൻ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ അല്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് ഭക്ഷണം. എന്നാൽ ശരീരത്തിന് എന്താണോ വേണ്ടത് അതാണ് ന്യൂട്രീഷൻ. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നോ ഡൗട്ട് വി ഹാവ് ടു സപ്ലിമെന്റ്. അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കണം. നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ശരീരത്തെ സംബന്ധിച്ചോളം പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഈ ന്യൂട്രീഷൻ, എസെൻഷ്യൽ ന്യൂട്രിയൻസ്, എസെൻഷ്യൽ ആന്റി ഓക്സിഡൻസ് ഫുഡ് വഴി കിട്ടിയേ പറ്റുള്ളൂ. സോ നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ ക്വാളിറ്റിയുള്ള എസെൻഷ്യൽ ആന്റി ഓക്സിഡൻസ് ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റും? അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് കോൾഡ് ഐ പൾസ്.
ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള വേൾഡിലെ ഫസ്റ്റ് ക്വാളിറ്റി 15 തരം ഓർഗാനിക് ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഇത് ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. 5 ബെറി ഫ്രൂട്ട്സിന്റെയും 10 സീസണൽ ഫ്രൂട്ട്സിന്റെയും ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതിലെ പ്രധാനപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് അസായി ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇന്ന് വേൾഡിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഫ്രൂട്ടാണ്. ഫ്ലോറിഡയില് 60-ലധികം പഠനങ്ങളിൽ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ, ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എസ്റ്റൺ എന്നാണ് അതിന്റെ പേര്. നാസയിലുള്ള ആസ്ട്രോണോട്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് അസായിബറി ആണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബെറിയെ കുറിച്ച്, ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് എന്തുമാത്രം പഠനങ്ങൾ നടക്കുന്നുണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും എടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഒറാക് വാല്യൂ ഉള്ള ഫ്രൂട്ട് ആണ് അസായിബറി. ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്ന് തുടങ്ങി നിരവധി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അസായിബറി. ഈ അസായിബറി പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഇത് റെഗുലർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നല്ല ഹെൽത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് ഐപ്പിൾസിന്റെ ഒറാക് വാല്യൂ? ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ദിവസം 5000 ഒറാക് യൂണിറ്റ് ആന്റി ഓക്സിഡൻസ് കിട്ടണം. അതിന് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് സ്കിൻ അടക്കം ഡെയിലി കഴിക്കണം. ഓരോ വ്യക്തികളും കഴിക്കണം. പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഡെയിലി 3.5 കിലോ ഫ്രൂട്ട്സ് കഴിക്കാന്ന് പറഞ്ഞു. ഓർഗാനിക് ആയിട്ട് കഴിക്കും വേണം, അവൈലബിലിറ്റി നോക്കണം, അഫോർഡബിലിറ്റി നോക്കണം. സോ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ റിസർച്ച് വെറും 60 മില്ലി ഐപ്പിൾസ് നിങ്ങൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 5000 വെച്ച് 7000 മാറ്റാൻ പറ്റും. ആന്റി ഓക്സിഡന്റ് റിച്ച് ആക്കി മാറ്റാൻ പറ്റും. ഇത്രയും ആന്റി ഓക്സിഡൻസ് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് വഴി ഉണ്ടാകുന്ന ഈ ഡാമേജിനെല്ലാം റിപ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് എല്ലാ ഓർഗൻസിനും ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിന് കിട്ടി. ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരസുഖവും മാറ്റില്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഈ പോഷകങ്ങൾ ഉപയോഗിച്ച് ശരീരം തന്നെ പറ്റുന്ന ഇതിന്റെ സേഫ്റ്റി, ഇതിന്റെ എഫിക്കസി എല്ലാം മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്തി പ്രൂവ് ചെയ്യപ്പെട്ടുള്ള സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ട് CTR ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഹോസ്പിറ്റൽസ്. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് നാരായണ ഹൃദയ ഹോസ്പിറ്റൽസ്, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കാർഡിയാക് സർജൻ ഡോക്ടർ ദേവി പ്രസാദ് ഷെട്ടി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂർ. ഈ ഒരു COVID-19 സാഹചര്യത്തിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും, പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ എടുക്കണം. ഹാൻഡ് സാനിറ്റൈസറിന്റെ ഉപയോഗമാണെങ്കിലും മാസ്കിന്റെ ഉപയോഗമാണെങ്കിലും സാമൂഹിക അകലം പാലിക്കുന്നതൊക്കെ നമ്മുടെ സുരക്ഷിതത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം വളരെ പ്രാധാന്യമുള്ളതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 100% നാച്ചുറലും 100% സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്, മാത്രമല്ല സർട്ടിഫൈഡ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 60 ml പെർ ഡേ, 30 മില്ലി രാവിലെയും 30 മില്ലി രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഓർഗാനിക് ഫുഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഓൾവേസ് റിമെമ്പർ യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങളുടെ ശരീരം. അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരവും അതുപോലെ ആയിരിക്കും. മറിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരവും വളരെ ഹെൽത്തി ആയിരിക്കും. So make healthy choices with a beautiful, innovative and scientifically proven product called iPulse and live a healthy, happy, quality life with your family. Thank you. Thank you, sir, for the wonderful session. Sir, ഇത്ര ക്ലിയർ ആയിട്ട് നമ്മളെ അടുത്ത് പറഞ്ഞു തന്നു.
ഈ ഐപ്പൾസ് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒരു ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹൗ ഇറ്റ് ക്യാൻസർ സെൽസിനെ ഡെവലപ്പ് ആക്കും, നമ്മൾ ഈ ഓക്സിഡേഷൻ്റെ സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലിനെ ഡാമേജ് ചെയ്യാനായിട്ട് അതിന്റെ ആക്ഷൻ റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആന്റി ഓക്സിഡന്റ് വേണം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് 3.5 kg ഫ്രൂട്ട് വാങ്ങി ഇത്രയും പെസ്റ്റിസൈഡ്സും എല്ലാം യൂസ് ചെയ്ത ഫ്രൂട്ട് കഴിക്കുന്ന പകരം നമ്മൾ വെറും ഒരു ഐപ്പൾസ് ജസ്റ്റ് 30 ml കഴിച്ചിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് കഴിച്ചിട്ട് വി ക്യാൻ ഇൻക്രീസ് ദ ഇമ്മ്യൂണിറ്റി. സോ അത്ര ക്ലിയർ ആയിട്ട് സാർ നമ്മുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് ഇനി ഐ എം സ്വിച്ചിങ് ഓവർ ടു ദ ക്വസ്റ്റ്യൻ സെക്ഷൻ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ലൈക്ക് ക്യാൻ ഐപ്പൾസ് ബി യൂസ്ഫുൾ ഇൻ എ കണ്ടീഷൻ വേർ ദ ഹീമോഗ്ലോബിൻ ലെവൽ കൂടുതലാണ്, ലൈക്ക് ഇറ്റ് ഇസ് മോർ ദൻ ദ നോർമൽ കൗണ്ട്, ക്യാൻ ബി യൂസ് ഐപ്പൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹീമോഗ്ലോബിൻ കൂടുതലാണ്, that's called hemoglobinuria. Right. Yes. So first of all നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു അസുഖവും മാറ്റാനുള്ള മരുന്നല്ല. ഇറ്റ്സ് എൻ ഓർഗാനിക് ഫുഡ്. ഓർഗാനിക് ഫുഡാണ്, പോഷകാഹാരമാണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ ഐപ്പൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ അബ്നോർമാലിറ്റീസിനെ, എന്തൊക്കെ ഡിസോർഡറുകളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാം റിസൾട്ട് കിട്ടും. ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ അബ്നോർമാലിറ്റി. അത് ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ശരീരം വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്, യാതൊരു സംശയമില്ല. ഹീമോഗ്ലോബിന്റെ അളവ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഹീമോഗ്ലോബിൻ മാത്രമല്ല, ഈവൻ നമ്മുടെ തൈറോയിഡ് പ്രോബ്ലം, ഇറ്റ്സ് എ ഹോർമോണൽ ഡിഫറൻസ്. അത് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും തൈറോക്സിന്റെ ഉൽപാദനം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അത് അബ്നോർമാലിറ്റി ആണ്. അത് പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ഇറ്റ് വിൽ ഗിവ് ദ റിസൾട്ട്. Thank you, sir. We'll switch on to the next question. Next question is a common question. Can ഐപ്പൾസ് can be used in PCOD patients? അവർക്ക് എന്തെങ്കിലും ഡിഫറൻസ് വരും? മാഡത്തിന്റെ വോയിസ് ആയിരുന്നു, എനിക്ക് ക്ലിയർ ആയില്ല. Okay, ഈ ഐപ്പൾസ് can be used in PCOD patient, polycystic ovarian disease. Ovarian diseases, right? PCOD. Yes. So PCOD എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇപ്പം വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മുമ്പൊന്നും അത്രയധികം കേസസ് ഇല്ലായിരുന്നു. റൈറ്റ്. സോ അതിന്റെ ഒരു പ്രധാന കാരണം ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. റൈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ലൈഫ് സ്റ്റൈലും തന്നെയാണ് ഇത്രയധികം PCOD കേസസ് കൂടാനുള്ള കാരണം. നമുക്ക് ഐപ്പൾസ് ഉപയോഗിച്ചിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നിരവധി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. റൈറ്റ്. സോ ഈ അബ്നോർമൽ ഗ്രോത്തിനെയും അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷനെയും ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഗ്രോത്ത് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഓക്സിഡേഷൻ ആണ്, ഒരു സംശയമില്ല. PCOD പ്രോബ്ലം മാത്രമല്ല, ഈവൻ ഞാൻ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറയാണ് ക്യാൻസർ കേസസ്. അസായി ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ ഒരു പ്രധാന റിസർച്ച് നടന്നിരിക്കുന്നത് ലുക്കീമിയക്കെതിരെയാണ്, ബ്ലഡ് ക്യാൻസർ. ക്യാൻസറിന്റെ റീസൺ ഇസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മൂലമാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. DNA ഈ ഫ്രീ റാഡിക്കൽസ് ഡാമേജ് ചെയ്യുമ്പോഴാണ് ക്യാൻസർ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ക്യാൻസറസ് കേസിൽ ഇന്നും എനിക്കൊരു നമ്മുടെ ഒരു കസ്റ്റമർ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു വളരെ പത്തറ്റിക് കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ പേഷ്യന്റ് ഐപ്പൾസ് ഉപയോഗിച്ചിട്ട് ഇപ്പം വളരെയധികം ഇംപ്രൂവ്ഡ് ആയി എന്നുള്ളൊരു വളരെയധികം സന്തോഷം തോന്നിയത് കേട്ടപ്പോൾ. റൈറ്റ്. സോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഡാമേജ് വഴി ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസിനെല്ലാം റിവേഴ്സ് ചെയ്യാൻ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പറ്റും. റൈറ്റ്. സോ PCOD എന്ന് പറയുന്ന കേസും അതുപോലെ ഈ ഓക്സിഡേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നോ ഡൗട്ട് ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് തരും. പക്ഷേ എത്ര നാളുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ റിസൾട്ട് വരുമെന്ന് എനിക്ക് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് ദ ബോഡി. റൈറ്റ്. എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല ഉള്ളത്. എല്ലാവരുടെയും ശരീരത്തിൽ അബ്നോർമാലിറ്റീസും ഒരുപോലെയല്ല, ഒരേ തോതിലായിരിക്കില്ല ഉണ്ടാവുക, വ്യത്യസ്തമായിരിക്കും, എല്ലാം വ്യത്യസ്തമായിരിക്കും. സോ എല്ലാവരുടെയും ശരീരത്തിൽ ഒരുപോലെ ആയിരിക്കില്ല ഈ ഒരു ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരമാണ് ഈ ന്യൂട്രീഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക.
അത് എത്ര നാളുകൊണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശരീരം ആണ് തീരുമാനിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഒരു 2 years ബേബിക്ക് ഫിറ്റ്സ് വന്നിട്ട് ഐപ്പൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് എനി ഫുൾ ആവുന്ന ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്തെങ്കിലും ഉണ്ടാവോ ആണ് ചോദിച്ചത്. ഇറ്റ്സ് നോട്ട് ഗ്ലോബൽ, ആക്ച്വലി റിട്ടാർഡേഷൻ, ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയിരിക്കും അത് ചോദിച്ചത്. റൈറ്റ്. സോ 2 years ബേബിക്ക് ഫിറ്റ്സ് വന്നിട്ട് സീസേഴ്സ് വന്നിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചത്. സോ നോർമലി സാധാരണഗതിയിലാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചോളം ഒരു 5 വയസ്സ് മുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഐപ്പിൾസ്. അതിലും താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഐപ്പിൾസ് ഉപയോഗിക്കാമോ എന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഈവൻ ന്യൂ ബോൺ ബേബീസ് ആണെങ്കിൽ പോലും ആഫ്റ്റർ ഫസ്റ്റ് 2 or 3 months വേണമെങ്കിൽ നമുക്ക് ഐപ്പിൾസ് ഒരു സ്പൂണിൽ ഒരു അല്പമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിന്റെ ആവശ്യം വരില്ല, കാരണം ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് ആവശ്യമുള്ള ന്യൂട്രീഷൻ എല്ലാം കിട്ടും. റൈറ്റ്, ആ കുട്ടിയുടെ മദർ യൂസ് ചെയ്താൽ മതി. എന്നാൽ ചെറിയ കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെയുള്ള ഫിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ വരിക ബേസിക്കലി ഒരു 5 വയസ്സിനുള്ളിൽ 4-5 വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് പനി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫിറ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. സോ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഈ പറഞ്ഞ പോലെയുള്ള പനി പോലെയുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫിറ്റ്സ് പോലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാനും പറ്റും. ഇനി ഫിറ്റ്സ് വന്ന കേസസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഐപ്പിൾസിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളിലാണെങ്കിലും ഫിറ്റ്സ് വരാനുള്ള കാരണം എന്താണ്? ഫിറ്റ്സ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സമയം ഒരുപാട് പോയി എങ്കിൽ പോലും ഞാൻ പറയാം. റൈറ്റ്, നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ആ കോള് നമ്മൾ ഡയൽ ചെയ്ത ആൾക്കാരിക്കില്ല പോവാ, വേറെ ആർക്കെങ്കിലും പോവും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിച്ച സമയത്ത് വേറെ 2 ആളുകൾ തമ്മിൽ ഫോണിലൂടെ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാം. അങ്ങനെയൊക്കെ ചില റെയർ കേസസ് ഉണ്ടാവാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിൽ ഫ്രീക്വൻസി ജാം ആവുന്നതാണ്. ഉദാഹരണം പറയാം, എന്റെ മൊബൈൽ നമ്പർ ഇറ്റ്സ് എ ഫ്രീക്വൻസി 995577833. അതൊരു ഫ്രീക്വൻസിയാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീക്വൻസി. ചിലപ്പോ അറ്റ്മോസ്ഫിയറിൽ ഫ്രീക്വൻസീസ് തമ്മിൽ ജാം ആവും. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ച ആളെ ആയിരിക്കും നമുക്ക് കോളിൽ കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംസാരിക്കുന്നതായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക. റൈറ്റ്, എന്നതുപോലെ നമ്മുടെ തലച്ചോറിനുള്ളിലും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. തലച്ചോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ചില സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻസ് തമ്മിൽ ജാം ആവും. ഈ പറഞ്ഞ പോലെ ആ ജാം ആകുന്ന എല്ലാവരുടെയും തലച്ചോറിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. റൈറ്റ്, ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ജാം ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു ഫിറ്റ്സ്. ആ ഒരു മൊമെന്റിൽ മെമ്മറി ലോസ് ആവും. ആ ഒരു കുറച്ച് സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യില്ല. അതുകൊണ്ടാണ് ഫിറ്റ്സ് ഉള്ള ആളുകൾക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. റൈറ്റ്, സോ ബ്രെയിൻ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശരീരത്തിന് സാധിക്കുമെങ്കിൽ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം. റൈറ്റ്, ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇത്തരം അബ്നോർമാലിറ്റീസിനൊക്കെ കറക്റ്റ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അവർ ബോഡി. പക്ഷെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്, ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്രിയൻസ് കൊണ്ടാണ്, പോഷകങ്ങളെ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കുകയും ബാക്കി പോഷകങ്ങൾ ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അബ്നോർമാലിറ്റീസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ഗിവ് ഐപ്പിൾസ് ടു ദിസ് കിഡ്. പക്ഷെ 60 മില്ലിയുടെ ആവശ്യമില്ല. ഒരു 15 ml ട്വൈസ് കൊടുത്താൽ മതി. ഒരു ദിവസം ഒരു 30 ml ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു സർ ഫോർ ദ ലവ്ലി സെഷൻ. സാർ എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. സാർ PCOD കാര്യത്തിൽ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇന്നത്തെ യങ്ങർ ജനറേഷൻ ലീഡിങ് ടു PCOD മെയിൻലി ബിക്കോസ് ഓഫ് ദിയർ ഈറ്റിംഗ് ഹാബിറ്റ് ആൻഡ് ലാക്ക് ഓഫ് എക്സസൈസ്. എല്ലാവരും കൂടുതൽ ചിക്കൻ ഈറ്റേഴ്സ് ആണ്. അറിയാം, നമുക്ക് ചിക്കനിൽ ഒത്തിരി ഹാർമോൺ ഇഞ്ചക്ഷൻസ് ഇട്ട് വന്ന ചിക്കൻസ്. ഈ ഗ്രൂപ്പ് ഈ ചിക്കൻ കഴിക്കുന്നവരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ആർ ഗോയിങ് ടു PCOD. ആൻഡ് they are not going into the nutrition, like ഒരു നല്ലൊരു വെജിറ്റബിൾ ഡയറ്റ്. സത്യം പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ വൈറ്റമിൻ ഇ കൂടുതൽ വേണം. വൈറ്റമിൻ ഇ ഇസ് ദ വൺ വിച്ച് ഹെൽപ്സ് അവർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഈ വൈറ്റമിൻ ഇ ഡയറ്റുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ
especially from their teenage, 12 to 19 years, our reproductive organs develop on a samaytha. This samaytha, our diet should be very careful. Nalla or healthy vegetables, എല്ലാം ബാലൻസ് ന്യൂട്രീഷൻ ആയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് യൂട്രസിൽ ഒരു അല്ലെങ്കിൽ അവരെ റീപ്രൊഡക്റ്റീവ് ആവുന്ന പ്രോബ്ലം. ഇന്നത്തെ എല്ലാം ഈറ്റിംഗ് ഹാബിറ്റ്സ് ഹാവ് change and most of the children are becoming PCOD and this complaint is coming a lot. So I asked them, chicken കഴിക്കുന്നപ്പോൾ നാടൻ കോഴി കഴിച്ചു, കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ്ലി മാറും. സോ അത് മാത്രമല്ല, ഇന്ന് ഞാൻ എൻ്റെ ഈ ഐപ്പൾസ് കുടിച്ചിട്ട് ഇന്ന് എനിക്ക് എൻ്റെ ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ട്. സോ ഐ എം അവേ ഫ്രം മൈ കോവിഡ്. ഒരു നല്ല കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഞാൻ കിടക്കുന്നത്. ഒത്തിരി പേഷ്യൻസിനെ ഞാൻ നോക്കാം, പക്ഷെ എനിക്ക് തോന്നി ഐപ്പൾസ് ഹസ് സേവ്ഡ് മീ. സോ താങ്ക്സ് ടു ഐപ്പൾസ്. ആൻഡ് ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് രാജേഷ് സർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാസ് എക്സ്പ്ലെയിൻ എവറിത്തിങ് ആ പ്രോഡക്റ്റിനെ പറ്റി, ഓക്സിഡേഷൻ, സ്ട്രെസ്, പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻസിനൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ഡൗട്ട്സ്, ഈവൻ നമ്മളെ ബ്രെയിനിന്റെ പിറ്റ്സിനെ പറ്റി, ആ ന്യൂറോൺസിനെ പറ്റി സാർ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഹാറ്റ്സ് ഓഫ് സർ, വണ്ടർഫുൾ സെഷൻ, റിയലി താങ്ക്സ് ഫോർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. സോ ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് ഐ തിങ്ക് വി ആർ സൈനിങ് ഓഫ്. എല്ലാവർക്കും താങ്ക്സ് ഈ വേദിയിൽ വന്ന് കേട്ട് നമ്മുടെ പ്രോഗ്രാം എല്ലാവരുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ട്. പ്ലീസ് ഫോളോ, ഡ്രിങ്ക് ഐപ്പൾസ്, ഇൻക്രീസ് യുവർ ഇമ്മ്യൂണിറ്റി ആൻഡ് free yourself from all the coming disease, existing disease and coming disease. Thank you. Signing off, Dr. Chandra Ratish.